കോഴിക്കോട് കടലുണ്ടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം താങ്ങുവിലയായി പ്രഖ്യാപിക്കും. തൊഴിലാളികളോട് പറഞ്ഞു, കോൺഗ്രസ് തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഞങ്ങൾ എല്ലാ തൊഴിലാളി ദ്രോഹ നടപടികളും അവസാനിപ്പിക്കും. തൊഴിലാളികളെ രക്ഷിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക. ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ രാജ്യത്തെ ജനങ്ങളോടാകെ പറഞ്ഞു. കോൺഗ്രസ് കള്ളപ്പണം പിടിക്കുന്നില്ല, കള്ളപ്പണക്കാരെ സംരക്ഷിക്കാനാണ് കോൺഗ്രസിന് താല്പര്യം. ഞങ്ങൾ വന്നാൽ കള്ളപ്പണം പിടിക്കും. മാത്രമല്ല 15 ലക്ഷം വീതം നിങ്ങളുടെ അക്കൗണ്ടിൽ വർധനവുണ്ടാകും. ഇങ്ങനെ പോവുകയാണ് ഈ വാഗ്ദത്തങ്ങൾ. BJPയുടെ ഗവൺമെൻറ് വന്നു. BJP തുടങ്ങിയത് മൻമോഹൻ സിംഗ് എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടുന്ന് അങ്ങോട്ടാണ്. ഒരു തിരുത്തൽ നടപടിയും ഉണ്ടായില്ല. കർഷകന് താങ്ങുവരിയല്ല കിട്ടിയത്, വെടിയുണ്ടയാണ്. മധ്യപ്രദേശിൽ 5 കർഷകരെ വെടിവെച്ചു കൊന്നു. BJP ഗവൺമെന്റ് ആയിരുന്നു അവിടെ. രാജ്യമാകെ ഊക്കേറിയ കർഷക പ്രക്ഷോഭം. തൊഴിലാളികൾക്ക് നിരവധി പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായി നേടിയെടുത്ത അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ, അതെല്ലാം ഹനിക്കുന്ന നില വന്നു. മുഴുവൻ ദ്രോഹ നടപടികൾ, ജോലി സ്ഥിരത പോലും ഇല്ലാതാക്കുന്ന നില. കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വൻപിച്ച പ്രക്ഷോഭങ്ങൾ രാജ്യം കണ്ടു. ഇവിടെ എന്താണ് നമ്മുടെ ദുരിതത്തിന് മാറ്റമില്ലാതിരുന്നത്? ജനങ്ങൾ ആദ്യത്തെ 5 വർഷം ദുരിതം അനുഭവിച്ചു. ആ ദുരിതം മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. ദുരിതത്തിന് കാരണക്കാരായ ഗവൺമെന്റിനെ മാറ്റി. പകരം വരുന്നവര് ഇതിനെല്ലാം പരിഹാരം കാണുമെന്ന് പറഞ്ഞു. പക്ഷേ പകരം വന്നതിന് ശേഷം പഴയ അതേ ദ്രോഹ നടപടികൾ കൂടുതൽ ശക്തമായി ജനങ്ങൾക്ക് നേരെയുണ്ടായി. എന്തുകൊണ്ടാണിത്? ഇതാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത്. അങ്ങനെയൊരു വിലയിരുത്തലിലേക്ക് നമ്മൾ കടന്നാൽ, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് മാറി, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നു. കോൺഗ്രസ് മാറി, BJP വന്നു. ഇതെല്ലാം പേരിലുള്ള മാറ്റമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ദുരിതം ഉണ്ടായത്? മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നടപ്പാക്കിയ നയമാണ് കാരണം. ആ നയം നവ ഉദാരവൽക്കരണ നയമായിരുന്നു. അതേ നയം ഒരു മാറ്റവുമില്ലാതെ പൂർണ്ണമായി സ്വീകരിക്കുന്ന പാർട്ടിയാണ് BJP. കോൺഗ്രസും BJPയും നവ ഉദാരവൽക്കരണ നയമാണ് അംഗീകരിക്കുന്നത്. നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ പ്രത്യേകത എന്താ? അത് കർഷകർക്കെതിരാണ്, തൊഴിലാളിക്കെതിരാണ്, പാവപ്പെട്ടവർക്കെതിരാണ്, സാധാരണക്കാർക്കെതിരാണ്, അധ്വാനിക്കുന്നവർക്കെതിരാണ്, രാജ്യത്തെ മഹാഭൂരിപക്ഷം ബഹുജനങ്ങൾക്കെതിരാണ്. അനുകൂലമാർക്ക? കോർപ്പറേറ്റുകൾക്ക്, അതിസമ്പന്നർക്ക്, വൻകിട കുത്തകകൾക്ക്. ഈ നയത്തിൻ്റെ ഭാഗമായുള്ള ദുരിതമാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ BJPയുടെ ഗവൺമെന്റ് താഴെ ഇറങ്ങണം.
BJP വലിയ തോതിൽ ഒറ്റപ്പെടണം, അത് ശരിയാണ്. പക്ഷേ പകരം അധികാരത്തിൽ വരുന്ന മതനിരപേക്ഷ ഗവൺമെന്റ് ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആകരുത്. അതിനെന്ത് വേണം? നവ ഉദാരവൽക്കരണ നയം അംഗീകരിക്കാതിരിക്കണം, ബദൽ നയം വേണം. ബദൽ നയത്തോടെയുള്ളൊരു ഗവൺമെന്റ് ആവണം അധികാരത്തിൽ വരുന്നത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനും BJPക്കും ഈ നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ കാര്യത്തിൽ ഒരേ നിലപാടാണെന്ന് നാം കണ്ടു. BJP RSS നേതൃത്വം അംഗീകരിച്ചൊരു പാർട്ടിയാണ്. ആ പാർട്ടി തകർക്കാനാണ് നിലകൊള്ളുന്നത്. അതിന് കാരണം RSS മതനിരപേക്ഷത അംഗീകരിക്കുന്നില്ല. അവർക്ക് വേണ്ടതൊരു മതാധിഷ്ഠിത രാഷ്ട്രമാണ്. അത്തരമൊരു നേതൃത്വം അംഗീകരിക്കുന്ന BJP അധികാരത്തിലേറിയ നാൾ മുതൽ മതനിരപേക്ഷത തകർക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. മതനിരപേക്ഷത സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും തൽപരരാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പേർ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. കോൺഗ്രസ് മതനിരപേക്ഷമാണെന്നാണ് അവകാശപ്പെടാറ്. എന്താണ് മതനിരപേക്ഷത സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള നിലപാട്? മതനിരപേക്ഷതാ സംരക്ഷണത്തിൻ്റെ ഒരക്കല്ല് വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ദീർഘകാല അനുഭവത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസിന് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ അനുഭവം വർഗീയതയുമായി ഒത്തുപോകുന്ന, സമരസപ്പെട്ടു പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അതിലേക്കാകെ ഇപ്പോൾ പോകാൻ കഴിയില്ല. പക്ഷേ രാജ്യത്തിന് മറക്കാനും പൊറുക്കാനും കഴിയാത്ത ഒരു സംഭവം, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്ന ബാബറി മസ്ജിദ് തകർത്ത സംഭവം, അത് വർഗീയ ശക്തികളാണ് തകർത്തത്. എങ്ങനെയാണ് തകർക്കാൻ കഴിഞ്ഞത്? അന്നത്തെ പ്രധാനമന്ത്രി, കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവ്വസന്നാഹങ്ങൾ ഇതെല്ലാം പൂർണ്ണ നിസ്സംഗത പാലിച്ചു. എന്ന് പറഞ്ഞാൽ ഫലത്തിൽ തകർക്കുന്നതിന് കൂട്ടുനിന്നു. ഇത് പഴയ കാര്യം. പുതിയ കാലത്ത് സംഘപരിവാർ ഇതേ പ്രശ്നം വലിയ പ്രശ്നമാക്കി നല്ല രീതിയിൽ വർഗീയ ജ്വരം പടർത്താനുള്ള ആയുധമാക്കി ഉപയോഗിച്ചു. വിവിധ സംഘപരിവാർ നേതാക്കൾ ഇങ്ങോട്ട് എടുക്കണോ അവിടെ വെച്ചിട്ട് പോന്ന
സംഘപരിവാർ നേതാക്കൾ അവര് കേന്ദ്രമന്ത്രിമാരായവരുണ്ട്, മുഖ്യമന്ത്രിമാരായവരുണ്ട്, പാർലമെന്റ് അംഗങ്ങളായവരുണ്ട്. ഇവരെല്ലാം വെല്ലുവിളിയുമായിട്ട് രംഗത്ത് വന്നു. ആർക്കെതിരെയാ വെല്ലുവിളി? സുപ്രീം കോടതിയെ. സുപ്രീം കോടതിയോട് പറഞ്ഞു, നിങ്ങളുടെ അനുവാദം വേണ്ട ഞങ്ങൾക്കിവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ. ഒറ്റ ഉദ്ദേശമേ ഉണ്ടായുള്ളൂ, അതിൻ്റെ മേലെ വലിയ തോതിൽ വർഗീയ വികാരം ആളിക്കത്തിക്കുക. നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളെല്ലാം അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. എന്താണ് കോൺഗ്രസ് സ്വീകരിച്ച നില? കോൺഗ്രസിന്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ? മതനിരപേക്ഷ ശക്തികളോടൊപ്പം നിന്ന് ഈ വർഗീയ വികാരം ആളിക്കത്തിക്കുന്നതിനെതിരെ കോൺഗ്രസിന് എന്തുകൊണ്ട് ശബ്ദിക്കാനായില്ല? തീരെ ശബ്ദിച്ചില്ല എന്ന് പറയാൻ പറ്റൂല. കോൺഗ്രസിന്റെ AICC സെക്രട്ടറി ഹരീഷ് റാവത്ത്, AICC വക്താവ് ജോഷി, ഇവരൊക്കെ പ്രതികരിച്ചു. എന്താ പറഞ്ഞത്? ഇവിടെ കോൺഗ്രസിന് മാത്രമേ രാമക്ഷേത്രം നിർമ്മിക്കാനാവൂ, ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കൂ, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വരൂ, അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കൂ. എന്താ പ്രസ്താവനയുടെ പൊരുൾ? ആ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വർഗീയ വികാരത്തിന്റെ പ്രശ്നത്തിൽ നിങ്ങൾ എവിടെ നിന്നോ? അതല്ലേ പ്രശ്നം. മതനിരപേക്ഷയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ആ പ്രസ്താവനയിലൂടെ രാമക്ഷേത്രം എന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ട് വർഗീയ വികാരം ആളിക്കത്തിക്കുന്നവരുടെ ഓരം ചേർന്ന് നിൽക്കാനല്ലേ നിങ്ങൾ തയ്യാറായത്? അതായിരുന്നോ സ്വീകരിക്കേണ്ട സമീപനം? ഇപ്പോ നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ ആളുകൾ ആക്രമണ വിധേയമായ ഒരു പ്രശ്നമാണ് പശുവിൻ്റെ പ്രശ്നം. ഗോമാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, അടുക്കളയിലുള്ള ഭക്ഷണമടക്കം കൊലക്കുള്ള ഉപകരണമാക്കി മാറ്റുക, സംഘപരിവാർ രാജ്യമാകെ അഴിഞ്ഞാടി. നരേന്ദ്രമോദി അടക്കമുള്ള ഭരണാധികാരികൾ ഈ അഴിഞ്ഞാടുന്നവർക്ക് എല്ലാ സംരക്ഷണവും കൊടുത്തു. ഇതാണല്ലോ ഉണ്ടായത്. ഇവിടെ മതനിരപേക്ഷ ശക്തികളെല്ലാം അതിനെതിരെ രംഗത്ത് വന്നു. എന്തേ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ശബ്ദം ഇതിനെതിരെ, ഈ ആക്രമണത്തിനെതിരെ, കൊലപാതകങ്ങൾക്കെതിരെ ഉയരുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടോ? എന്തേ അവരുടെ നാക്കിറങ്ങിപ്പോയത്? എന്തുകൊണ്ട് അവർക്ക് ഉച്ചത്തിൽ ശബ്ദിക്കാനായില്ല? എന്നാൽ തീരെ ശബ്ദിച്ചില്ല എന്നും പറയാൻ പറ്റൂല. ദിഗ്വിജയ് സിംഗ് കോൺഗ്രസിന്റെ പ്രധാന നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, ഈ പ്രശ്നം കത്തി നിൽക്കുമ്പോൾ ഗോവധം നിരോധിച്ചത് ഞങ്ങളാണ്. സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഗോമാതാവിന്റെ പ്രശ്നം നിങ്ങളല്ല ഉയർത്തേണ്ടത്, നിങ്ങൾക്കല്ല അതിൻ്റെ യഥാർത്ഥ അവകാശം, ഞങ്ങൾക്കാണ്.
ഇതാണ് ദിഗ്വിജയ് സിംഗ് പരസ്യമായി നിലപാടെടുത്തത്. കോൺഗ്രസിന്റെ നിലപാടായിരുന്നു അത്. ഗോമാതാവിനെ സംരക്ഷിക്കേണ്ട പ്രശ്നം ഹിമാചൽ അസംബ്ലിയിൽ വന്നപ്പോൾ കോൺഗ്രസും BJPയും ഒറ്റക്കെട്ടായാണ് നിന്നത്. എവിടെയാണ് നിങ്ങൾക്ക് വർഗീയതയുമായി വേർതിരിവ്? വർഗീയത അഴിഞ്ഞാടുമ്പോൾ അതിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കണ്ടേ? മതനിരപേക്ഷതക്കെതിരെയുള്ള വെല്ലുവിളിയുമായിട്ടല്ലേ അവർ വരുന്നത്? അപ്പൊ അക്കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയണ്ടേ? എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇത് നേരത്തെയുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ അടുത്ത കാലത്ത് കുറെ പ്രശ്നങ്ങൾ വന്നു. എന്താണ് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? മുത്തലാഖ് ബില്ലിന്റെ പ്രശ്നം വന്നു. BJP കൊണ്ടുവരികയാണ്. മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ആ കൊണ്ടുവന്നതിനോട് വിയോജിച്ചു. സിവിലായി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നം ക്രിമിനൽ പട്ടികയിൽപ്പെടുത്തി കൈകാര്യം ചെയ്യാനാണ് പോകുന്നത്. സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാൻ എന്ന പേരിൽ ഫലത്തിൽ സ്ത്രീക്ക് ദ്രോഹമുണ്ടാക്കുന്ന നിലയാണ് വരുന്നത്. നമ്മുടെ രാജ്യത്തെ പൊതുവായി കാണുന്നതിന് പകരം ഒരു പ്രത്യേക വിഭാഗത്തെ വേർതിരിച്ചു കണ്ട് അതിനെതിരെ പ്രത്യേക നടപടി എന്ന രീതിയിലാണ് പോകുന്നത്. ഇതിനോട് യോജിക്കാനാവില്ല. ഇത് തിരുത്തണം. എല്ലാ മതനിരപേക്ഷ ശക്തികളും ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ ശബ്ദം കേട്ടോ? പാർലമെന്റില് ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട ഘട്ടത്തിൽ കോൺഗ്രസിനെ കണ്ടോ? ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പൗരത്വ ബിൽ പ്രശ്നം. നമ്മുടെ രാജ്യത്തിനകത്തേക്ക് ധാരാളം അഭയാർത്ഥികൾ കടന്നു വന്നിട്ടുണ്ട്. ആ കടന്നു വന്ന അഭയാർത്ഥികൾ എത്രയോ വർഷങ്ങളായി ഇവിടെ, ദശാബ്ദങ്ങളായി ഇവിടെ കഴിയാണ്. അവർക്ക് പൗരത്വം ലഭിച്ചിട്ടില്ല. പൗരത്വം ലഭിക്കണം. BJP എന്താ ചെയ്തത്? മതനിരപേക്ഷതയുടെ ഭാഗമായി നാം മതാടിസ്ഥാനത്തിലല്ല ആളുകളെ കാണുന്നത്. പൗരത്വം മതാടിസ്ഥാനത്തിലല്ല. പക്ഷേ BJPക്ക് അത്തരമൊരു സമീപനമില്ല. BJP അംഗീകരിക്കുന്നത് RSSന്റെ നയമാണ്. RSS നയം രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ പാടില്ല എന്നുള്ളതാണ്. രാജ്യത്തില്ല എല്ലാവരും ഹിന്ദുവിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിച്ചോളണം. അവർക്ക് മാത്രമേ രാജ്യത്ത് ജീവിക്കാൻ അർഹതയുള്ളൂ. എല്ലാത്തവരൊക്കെ ഈ രാജ്യം വിട്ടോളണം. ഇതാണ് RSSന്റെ നിലപാട്. ഈ നിലപാടിന്റെ ഭാഗമായി അവരംഗീകരിച്ചത് തന്നെ നാസിസത്തിന്റെ തത്വശാസ്ത്രമാണ്. ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പാക്കിയത്. അവിടുത്തെ ന്യൂനപക്ഷമായ യഹൂദരെ കൂട്ടമായി നിഷ്കാസനം ചെയ്തത്. അതിലാണ് RSS വലിയ തോതിൽ അഭിമാനം കൊണ്ടത്. ദേശീയ പ്രശ്നം ജർമ്മനി പരിഹരിച്ച രീതി നമുക്ക് അനുകരണീയമാണ് എന്നാണ് RSS കണ്ടത്. ചുരുക്കത്തിൽ
നമ്മുടെ രാജ്യത്തെ വിവിധങ്ങളായ മതങ്ങൾ, അതിനോട് RSSന് യോജിപ്പില്ല. ഏകമതം, അതിനുള്ള നടപടികൾ, അതിൻ്റെ തുടർച്ചയായാണ് BJP ഈ പൗരത്വ ബിൽ കൊണ്ടുവന്നത് നാം കാണണം. ആ ബില്ലിൻ്റെ പ്രത്യേകത എന്താ? RSS അംഗീകരിക്കുന്ന മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പൗരത്വമുള്ളൂ, എല്ലാത്തവർക്ക് പൗരത്വമില്ല. പച്ചയായി പറഞ്ഞാൽ വന്ന കൂട്ടത്തിലുള്ള വലിയൊരു ഭാഗം മുസ്ലിങ്ങളാണ്, അവർക്ക് പൗരത്വമില്ല. ഇതാണ് അവസ്ഥ. നമ്മുടെ രാജ്യത്ത് മനുഷ്യനെ മനുഷ്യനായി കാണുന്നില്ല, മതാടിസ്ഥാനത്തിൽ കാണുകയാണ്. എന്നിട്ട് പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം പൗരത്വം എന്ന നിലപാടെടുക്കുകയാണ്. ഇതിനെ ശക്തമായി എതിർത്തു, മതനിരപേക്ഷ ശക്തികളെല്ലാം എതിർത്തു. കോൺഗ്രസിന്റെ ശബ്ദം വേണ്ടത്ര ഉച്ചത്തിൽ ആരെങ്കിലും കേട്ടോ? എന്തേ കോൺഗ്രസിന് ശബ്ദം ഉയരാൻ പറ്റാതിരുന്നത്? പാർലമെന്റിൽ വേണ്ട രീതിയിൽ അഭിപ്രായവും വിയോജിപ്പും രേഖപ്പെടുന്ന നിലയുണ്ടായോ? ഇതല്ലേ അവസ്ഥ. RSSന് എന്തും വർഗീയമായ കണ്ണിലൂടിയേ കാണാൻ പറ്റൂ, BJPക്കും അത്രയേ പറ്റൂ. ഇപ്പൊ നമ്മുടെ രാജ്യം, ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ജമ്മു കാശ്മീർ. കാശ്മീർ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായത് കാശ്മീരിലെ ജനങ്ങൾ ഒന്നടങ്കം ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ അവർ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ സന്നദ്ധമായി. എന്താ കാശ്മീരിന്റെ പ്രത്യേകത? പാകിസ്ഥാനിലെ മുസ്ലിം അനുപാതം എടുത്താൽ, പാകിസ്ഥാന്റെ ജനസംഖ്യയിലെ മുസ്ലിം അനുപാതം എടുത്താൽ അതിനേക്കാളും കൂടുതലാണ് കാശ്മീരിൽ മുസ്ലിം അനുപാതം. അവര് സ്വാതന്ത്ര്യഘട്ടത്തിൽ ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയിലാണ് നിൽക്കുന്നത് തീരുമാനിച്ചു. അതേ നിലക്ക് തന്നെ ആ സംസ്ഥാനത്തെ രാജ്യവും പരിഗണിച്ചു. എന്തു ചെയ്തു രാജ്യം? അവരെ പൂർണ്ണമായി ഉൾക്കൊണ്ടു. പ്രത്യേക പദവി അവർക്ക് അനുവദിച്ചു. ആ പ്രത്യേക പദവി എടുത്തുകളയും എന്നാണ് ഇപ്പോ BJP പറയുന്നത്. പ്രത്യേക പദവി എടുത്തുകളയുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നാം അംഗീകരിച്ച പൊതു നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണത്. നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതുകൊണ്ട് മാത്രം കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാകില്ല. പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കാശ്മീരിനെ ബാധിക്കുന്ന തീരുമാനം വരുമ്പോൾ കാശ്മീരിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൂടി അംഗീകരിക്കണമെന്നാണ് വ്യവസ്ഥ. അംഗീകരിച്ചാൽ മാത്രമേ ഇത് നടപ്പാവൂ. ഇവിടെ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളെല്ലാം വർഗീയ കണ്ണിലൂടെ മാത്രമേ കാണൂ. ഇതാണ് BJPയുടെ നിലപാട്. ഇതില് കോൺഗ്രസ് ആണല്ലോ ദീർഘകാലം രാജ്യം ഭരിച്ച കക്ഷി. എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? ഈ പ്രത്യേക പദവിയുടെ ഭാഗമായുള്ള പ്രത്യേക അവകാശങ്ങൾ
അതിൻ്റെ മേലെ കടന്നുകയറ്റം നടത്താനാണ് പല ഘട്ടത്തിൽ കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. അവിടെ എന്താണ് ഇപ്പോഴുള്ള പ്രശ്നം? തീവ്രവാദികൾ കാശ്മീരിലുണ്ട്. തീവ്രവാദികളെ നേരിടുകയും വേണം. പക്ഷെ അതിന് അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ജനങ്ങളെ ശത്രുക്കളായി കാണരുത്. ബി.ജെ.പിയുടെ നിലപാട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതല്ല. കോൺഗ്രസും ഇത്തരമൊരു നില വരുത്തുന്നതിന് നേരത്തെ പങ്കുവഹിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വർഗീയത ഉയർത്തുന്ന ഭീഷണിയുടെ കാര്യം വരുമ്പോൾ പല കാര്യങ്ങളിലും അതുമായി ചേർന്ന് നിൽക്കുന്നൊരു നിലയാണ് കോൺഗ്രസ് സ്വീകരിച്ചു പോയിട്ടുള്ളത്. ഇവിടെ നാം കാണേണ്ടത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ദയനീയ അവസ്ഥയാണ്. കോൺഗ്രസിൻ്റെ വലിയൊരു നേതൃനിര ഇപ്പോ ബി.ജെ.പിയുടെ കൂടെയാണ്. ആകെ പട്ടികയൊന്നും എണ്ണാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. AICC നേതാക്കളായവരുണ്ട്, കേന്ദ്രമന്ത്രിമാരായവരുണ്ട്, മുഖ്യമന്ത്രിമാരായവരുണ്ട്, സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാരായവർ അനുകൂലമായി എടുത്തില്ല. SP-യും BSP-യും വളരെ മാന്യമായ നിലപാടെടുത്തു. അവരെ കോൺഗ്രസിനോട് പറഞ്ഞു, നിങ്ങൾ 2 സീറ്റിലാണ് ജയിച്ചിട്ടുള്ളത്, ആ 2 സീറ്റിൽ നിങ്ങൾ തന്നെ മത്സരിക്കൂ, ഞങ്ങൾ അവിടെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ നിങ്ങളെ ഞങ്ങൾ അവിടെ സഹായിക്കാം. എന്നാലെങ്കിലും ബോധം വരണ്ടേ? അവരെന്താ ഇപ്പൊ ചെയ്യുന്നത്? ബി.ജെ.പിക്കെതിരായ വോട്ടുകൾ ശിഥിലമാക്കാനുള്ള നടപടികളാണ്. ഇവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നേടാൻ കഴിയോ? ഉത്തർപ്രദേശിന് നിലവെച്ചാൽ ഒന്നും കഴിയില്ല. ചിലപ്പോൾ ഒരു സാധ്യതയുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് ബി.ജെ.പിക്ക് 1-2 സീറ്റുകൾ കൂടുതൽ കിട്ടിയെന്ന് വരും. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം വെച്ചാൽ അതാണോ കോൺഗ്രസിനെ പോലൊരു പാർട്ടി സ്വീകരിക്കേണ്ട നിലപാട്? ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ആം ആദ്മി കോൺഗ്രസിനോട് പറഞ്ഞു നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഡൽഹി കോൺഗ്രസ് ഒന്നുമല്ല, ആം ആദ്മിയാണ് വലിയ പാർട്ടി. പഞ്ചാബ് 4 MP-മാർ 20 MLA-മാർ ആം ആദ്മിക്കുണ്ട്. ഹരിയാനയിലും ആം ആദ്മിക്ക് നല്ല സാന്നിധ്യമുണ്ട്. പക്ഷേ കേട്ട ഭാവമില്ല. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായി നിരാകരിച്ചു. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡൽഹിയിലെ കാര്യം ആലോചിക്കാം. അപ്പൊ ആം ആദ്മി ചോദിച്ചു, എന്താ മറ്റിടത്ത് 2 അവിടെ കൂട്ടാൻ പറ്റില്ല. എന്താണ് നിങ്ങളുടെ നിലപാടിന്റെ അർത്ഥം? നിങ്ങളിപ്പോ ഇവിടെ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. എന്താണ് അതിന്റെ സന്ദേശമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. നിങ്ങൾ രാജ്യത്തിന് നൽകുന്ന സന്ദേശം ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടത്. ആ സന്ദേശം രാജ്യത്തിന് നൽകാനാണ് നിങ്ങൾ ഇവിടെ വന്ന് മത്സരിക്കുന്നത്. നിങ്ങൾ പറയുന്നു മലയാളികൾ സർവ്വതാ യോഗ്യരാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇടതുപക്ഷത്തെ ഞാനൊന്നും ആക്രമിച്ചു പറയില്ല എന്നും പറയുന്നു. ഇതിൽ പരം ഒരു അക്രമം കാണിക്കാനുണ്ടോ? രാജ്യത്തിന് മുന്നിൽ ഇടതുപക്ഷത്തെ താർക്കേണ്ടതാണ് എന്ന സന്ദേശം നൽകിക്കൊണ്ടൊരു മത്സരം ഇടതുപക്ഷത്തിനെതിരെ സംഘടിപ്പിക്കുക. ഇടതുപക്ഷത്തിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഈ രാജ്യത്ത് വർഗീയത അഴിഞ്ഞാടുമ്പോൾ ശക്തമായി പ്രതിരോധിച്ചു നിന്നത് ഇടതുപക്ഷമാണ് എന്ന്
എല്ലാവരും സമ്മതിക്കുന്ന കാര്യമല്ലേ? ആ ഇടതുപക്ഷത്തെയാണോ ഇപ്പോ തകർക്കേണ്ടത്? അതാണോ ശരിയായ നിലപാട്? ഞങ്ങൾക്കിപ്പോ നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്താണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കരുത്ത് എന്ന് വയനാട് മണ്ഡലത്തിൽ ശരിക്ക് അനുഭവിക്കാൻ പോവുകയാണ്. അതിപ്പോ തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊരാശങ്കയില്ല അവിടെ സംബന്ധിച്ച്. കാരണം ആ കരുത്ത് ശരിയായ രീതിയിൽ തന്നെ ആ മണ്ഡലത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയും എന്ന നിലയിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം. ഇവിടെ ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു, ഇപ്പോ അമിത്ഷാ എത്തി. രണ്ടു കൂട്ടരും ഏറ്റവും ശക്തമായി എതിർക്കുന്നത് ഇടതുപക്ഷത്തെയാണ് എന്ന് നാം കാണണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ശക്തമായി എതിർക്കുന്നത്. ഇവർക്ക് ഇന്നത്തെ നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ ഒന്നേ പറയാനുള്ളൂ. ശബരിമല നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ്. രാജ്യത്തെ തന്നെ പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നാണത്. അതിനെ അതിൻ്റെതായ എല്ലാ പ്രൗഢിയോടും കൂടി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലക്കെതിരെ നിലപാട് സ്വീകരിച്ചതാരാണ്? ശബരിമലയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രി തന്നെ പ്രധാനമന്ത്രിക്ക് നിരക്കാത്ത രീതിയിൽ പച്ച കള്ളം വിളിച്ചു പറഞ്ഞാലോ? അദ്ദേഹം ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ. പ്രധാനമന്ത്രി വസ്തുതയല്ലാത്ത കാര്യം സംസാരിക്കാൻ പാടുണ്ടോ? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അയ്യപ്പന്റെ പേര് പറഞ്ഞു പോയാൽ ഇവിടെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യും, കസ്റ്റഡിയിലാക്കുന്നതാണ്. എവിടുന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംസാരിക്കുന്നത്? മോദി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഴയ RSS പ്രചാരകരല്ല. ഇപ്പോ നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. നിങ്ങൾ സംസാരിക്കേണ്ടത് ആ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തം വെച്ചുകൊണ്ടാണ്. നിങ്ങളെ നാടും രാജ്യവും ലോകവും കേൾക്കുന്നത് പ്രധാനമന്ത്രി എന്ന നിലക്കുള്ള വാക്കുകളിലൂടെയാണ്. അവിടെ നിങ്ങൾ RSS പ്രചാരകന്റെ ഭാഷയല്ല ഉപയോഗിക്കേണ്ടത്. RSS നുണ പ്രചരിപ്പിക്കാൻ വലിയ വിദഗ്ധരാണ്, നമുക്കെല്ലാവർക്കും അറിയാം. നുണയുടെ ആശാന്മാരാണ്. കാരണം അവർക്കത് ആവശ്യമാണ്. വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കാൻ ഉള്ള കാര്യങ്ങളല്ല നാട്ടിൽ പ്രചരിപ്പിക്കേണ്ടത്. ആളുകളുടെ വികാരം ആളിക്കത്തിക്കാൻ പറ്റുന്ന നുണ നല്ലതുപോലെ പ്രചരിപ്പിക്കണം. അതാണ് RSSന്റെ സ്വഭാവം. നിങ്ങളും പണ്ടത് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമയോർത്തുകൊണ്ട് വേണം സംസാരിക്കാൻ. അതുകൊണ്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. ആരെയാണ് അയ്യപ്പൻ എന്ന് വിളിച്ചതിന് അറസ്റ്റ് ചെയ്തത്? എന്തിനാണ് അറസ്റ്റ് നടന്നത്? അവിടെ ഭക്തരെ തടഞ്ഞു. കുടുംബസമേതം അയ്യപ്പ ദർശനത്തിന് പോകുന്നവരെ ആക്രമിച്ചു.
ആ ആക്രമിക്കപ്പെട്ടതിൽ സ്ത്രീകളുമുണ്ടായി. സാധാരണ അന്തരീക്ഷം തകർക്കാൻ നോക്കി. സന്നിധാനത്തിലടക്കം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. ശബരിമല വലിയ തോതിലുള്ള പ്രശ്നബാധിത പ്രദേശമാക്കുക, ഒരു കലാപഭൂമിയാക്കുക, ഇതായിരുന്നു RSSന്റെ ഉദ്ദേശം. അതിനെയാണ് ഫലപ്രദമായ രീതിയിൽ ഇവിടെ തടഞ്ഞത്. എന്തേ ചെയ്തത്? നിങ്ങൾ ആളുകളെ ആക്രമിക്കുമ്പോൾ അവിടെ തേങ്ങ ഉണ്ടാവുമല്ലോ, ആ തേങ്ങ കൊണ്ടാണ് തല്ലിയത്. എത്ര മാരകമായ പരിക്കാണ് ആളുകൾ കേൾക്കുക. ഭക്തരെയും തല്ലി, പോലീസിനെയും തല്ലി. പോലീസിനെ തല്ലിയത് പോലീസ് പ്രകോപിതരായി ഇവരുടെ നേരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. കാരണം ആ സന്നിധാനം, അതിൻ്റെ പവിത്രമായ അന്തരീക്ഷം ഇല്ലാതാക്കണം. പക്ഷെ അതിനൊന്നിനും സമ്മതിച്ചില്ല. സന്നിധാനത്തിന്റെ പവിത്രത നിലനിർത്തി. ഇവിടെ അക്രമം കാണിക്കാൻ പുറപ്പെട്ടാൽ അഴിയെണ്ണും. ഓർമ്മ വെച്ചോ. അതാര് എന്ന പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കങ്ങനെ പ്രത്യേക പദവിയൊന്നും ഇവിടെയില്ല. നിങ്ങൾക്ക് എന്തു ചെയ്യാമെന്ന ധാരണയും വേണ്ട. നിയമത്തിന് വിധേയമായി പ്രവർത്തിച്ചോളണം. ഈ നാട്ടിൽ അത്രയേ പറ്റൂ. അല്ലാത്ത നിലയിൽ പോയാൽ അത് സമ്മതിക്കില്ല. അതാണിപ്പോ നടന്നിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിങ്ങളെ സ്ഥാനാർത്ഥിയാന്ന് തോന്നുന്നു അല്ലേ? സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. സ്ഥാനാർത്ഥിയാണോ അറസ്റ്റ് ചെയ്തത്? നിങ്ങൾ കാണേണ്ടത് സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് പോയി ചെയ്ത കുറ്റമില്ലേ, ആ കുറ്റമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഞാനൊരു സ്ഥാനാർത്ഥിക്കെതിരെ പറയാറില്ല കേട്ടോ. ഇത് പക്ഷേ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിനു മുൻപ് ചെയ്ത കാര്യമാണല്ലോ ഇത്. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ നിയമ നടപടി വരില്ലേ? എന്താ നടന്നത് എന്ന് മോദിക്കും അമിത്ഷാക്കും അറിയില്ലേ? നിങ്ങളെ പറയുന്ന പരിശുദ്ധനായ അനുയായി ശബരിമല അയ്യപ്പനെ മാത്രം വിളിച്ച് നടന്നയാള് എന്തിനാണ് പമ്പ വരെ പോയത്? ഇവിടുന്ന് അവിടെ പോലീസ് സ്റ്റേഷന്റെ മുൻപാകെ ഹാജരായല്ലോ പോയിട്ട്. ചെയ്ത കുറ്റം അത്ര വലുതായിരുന്നു. ആ കുറ്റത്തിന്റെ മേലെ വാറണ്ട് ഉണ്ടായിരുന്നു. അതിനാണ് പോയത്. പോലീസ് മാന്യമായി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ബാക്കി കോടതി നടപടികൾ. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അമിത്ഷാ പറയുന്നു ഞങ്ങൾ ഏതറ്റം വരെയും പോകുന്നു. ഏതാവൊരു അറ്റം? എന്താണ് ഈ പറയുന്നതിനർത്ഥം? ഇവിടെ അമിത്ഷാ ആലോചിക്കേണ്ടത്, നരേന്ദ്രമോദി ആലോചിക്കേണ്ടത്, നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോട് ആ ഘട്ടത്തിൽ പറഞ്ഞു ശക്തമായ നടപടി സ്വീകരിക്കണം. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശക്തമായ നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം. നിരോധനാജ്ഞ പ്രഖ്യാപിക്കണം. ആവശ്യമാണെങ്കിൽ കേന്ദ്ര സേനയെ ഞങ്ങൾ അയച്ചു തരാം. അവസാനത്തതിന് മാത്രം സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറഞ്ഞു ഇപ്പൊ കേന്ദ്രസേന വേണ്ട, ഞങ്ങളുടെ സേനയുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അത് ഏതൊരു ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്? നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി, അമിത്ഷാ പ്രസിഡന്റായിട്ടുള്ള BJPയുടെ നേതാവാണ് നരേന്ദ്രമോദി. ആ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് സുപ്രീം കോടതി വിധി ബാധകമല്ല എന്ന നിലപാടെടുക്കാൻ പറ്റുമോ? എടുക്കാൻ കഴിഞ്ഞോ? ഇതൊരു നിയമവാഴ്ചയുള്ള രാജ്യമാണ്. നിങ്ങൾ നിയമവാഴ്ച തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ സുപ്രീം കോടതി അടക്കം തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ വേറെ കാര്യം.
പക്ഷേ നമ്മുടെ രാജ്യം ജനാധിപത്യത്തെയും നിയമവാഴ്ചയെയും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഏതെല്ലാം ഘട്ടത്തിൽ നിയമവാഴ്ച തകർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ, ജനാധിപത്യം തകർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ, ആ ശ്രമം നടത്തിയവരെല്ലാം അതിൻ്റെ ഭാഗമായുള്ള വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തോളണം. നിങ്ങളും അതേ അനുഭവം ഇപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല നിങ്ങൾ നേരിടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞോ? അത്രയും നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ. ഒരു ഗവൺമെന്റ് അത്രയും നിലപാടെടുക്കാൻ പറ്റൂ. സംസ്ഥാന ഗവൺമെന്റ് നിലപാടെടുത്തത് അതേ ഉള്ളൂ. നിങ്ങളവിടെ സംഘർഷം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു, അതിന് സംസ്ഥാന ഗവൺമെന്റ് സമ്മതിച്ചില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വന്നപ്പോഴും പറഞ്ഞു, അമിത്ഷായോടും പറയാനുള്ളത്, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യോ, നിങ്ങളിപ്പോൾ ഈ പറയുന്ന രീതിയിൽ എവിടെയും ഒന്നാം സ്ഥാനത്തൊന്നും എത്താൻ പോകുന്നില്ല, എവിടെയും നിങ്ങൾക്ക് ജയിച്ചു വരാനും കഴിയില്ല. അതാണ് കേരളത്തിൻ്റെ പൊതുനില. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വോട്ട് നിങ്ങൾ തന്നെ വാങ്ങുന്ന നില സ്വീകരിക്കുമോ? എത്ര കാലമായി നിങ്ങൾ ഈ വോട്ട് വിൽപ്പന തുടങ്ങിയിട്ട്? നാണമുണ്ടോ നിങ്ങൾക്ക്? ഒരു പാർട്ടിയുടെ വോട്ട് വിൽപ്പന ചരക്കാക്കി മാറ്റാവൂ? അതല്ലേ നടക്കുന്നത്? ഇപ്പൊ തന്നെ പല മണ്ഡലങ്ങളിലും കരാറായിട്ടുണ്ടല്ലോ. നിങ്ങൾ ചിലരിൽ നിന്ന് ഉറപ്പ് വാങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങൾ കർണാടകയിൽ കോൺഗ്രസ് MLA-മാരെ 40 കോടിയൊക്കെ കൊടുത്ത് വാങ്ങിയെന്ന് കണ്ടിട്ടില്ലേ? അതല്ലേ നിങ്ങൾ സ്വീകരിക്കുന്ന രീതി. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സാധാരണഗതിയിൽ പാലിക്കേണ്ട ഒരു മാനദണ്ഡവും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ നീങ്ങുകയാണല്ലോ. ഇതിന്റെ ഭാഗമായി എത്ര മണ്ഡലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ വോട്ട് വാങ്ങാൻ പറ്റും? ഇപ്പൊ കേരളത്തിലെ BJP-യുടെ ഒരു നേതാവ്, ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് അല്ല ഞാൻ പറയുന്നത്, അതിനേക്കാളും മുമ്പിലെ നേതാവായിരുന്നയാൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കുന്നുണ്ട്. വലിയ നേതാവ് കേരളത്തിൽ തന്നെ. ആ നേതാവിൻ്റെ ഗതികേട് നോക്കണം. സ്ഥാനാർത്ഥി തിരിഞ്ഞു നോക്കുമ്പോൾ അനുയായികളെ കാണാനില്ല. എവിടെ അനുയായിയില്ല. അനുയായിയെല്ലാം മറുപക്ഷത്ത് വിജയിപ്പിക്കാൻ കരാറായിരിക്കുന്നു. ആരാ കരാറിന്റെ പിന്നിൽ? നിങ്ങൾക്ക് തടയാൻ കഴിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വാങ്ങാനുള്ള ആർജവമുണ്ടോ? അതല്ലേ പ്രശ്നം. എത്ര പരിഹാസ്യമായ നിലപാടാണ് എടുക്കുന്നത്. നിങ്ങളുടെ വോട്ട് ചിലപ്പോ ബാഷ്പീകരിച്ചു പോവുകയാണല്ലോ, അത് കാണാനില്ലാലോ. അത് ഈ നിലപാടിന്റെ ഭാഗമായിട്ടല്ലേ. അപ്പൊ നാം കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഇപ്പോൾ ഒരു ബദൽ നയമുള്ളത്. ആ ബദൽ നയം, അതിൻ്റെ പ്രത്യേകത നാം അനുഭവിക്കുന്നുണ്ട്. 2011 മുതൽ 16 വരെ ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ്റിൻ്റെ കാലം, ആ ദുരിതം നമ്മൾ അനുഭവിച്ചതാണ്. അതേ ജനങ്ങൾ ഇന്ന് ആശ്വാസത്തിലാണ് എല്ലാ തലത്തിലും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. 2004 ഇതുപോലൊരവസ്ഥ രാജ്യത്തുണ്ടായി. അന്ന് രാജ്യം BJP തുറന്നു വരാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ കേരളം ഒറ്റക്കെട്ടായി ഞങ്ങളോട്, LDF-നോട് പറഞ്ഞു, നിങ്ങളെ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ, നിങ്ങൾ ചതിക്കില്ല, വഞ്ചിക്കില്ല. അങ്ങനെ 20-ൽ 18 സീറ്റ് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കേരളം തന്നു.
ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേക സാഹചര്യത്തിലുള്ളതാണ്. 2004 തന്നതിനേക്കാളും കൂടുതൽ 18 കൂടുതൽ സീറ്റ് ഇത്തവണ കേരളം LDF-ന് നൽകുമെന്ന് ഉറപ്പാണ്. ഈ മണ്ഡലം ഒരു തരത്തിലുള്ള ഉപജാപങ്ങളും ഏശില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഈ മണ്ഡലം സഖാവ് പ്രദീപ് കുമാറെ പൂർണ്ണമായി സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പം അതൊരു ആളുകളുടെ മുന്നിൽ സംശയമുള്ള പ്രശ്നമല്ല. എത്ര കൂടുതൽ വോട്ടിന് പ്രദീപ് കുമാറെ വിജയിപ്പിക്കാനാകുമെന്നത് മാത്രമേ ഓരോ പ്രദേശത്തും ചർച്ച ചെയ്യുന്നുള്ളൂ. ആ നിലയിലേക്ക് മണ്ഡലം ഉയർന്നിരിക്കുന്നു. ഒരു ജനപ്രതിനിധി എങ്ങനെയാവണം എന്നാണോ നാട്ടുകാരുടെ സങ്കല്പം, അതിനനുസരിച്ചുള്ളയാളാണ് സഖാവ് പ്രദീപ് കുമാർ. പ്രദീപ് കുമാറിൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ സഖാവിനെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.